തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഒരു രാത്രിയിൽ ഒരു വീട്ടിലൊരു ആഘോഷം നടക്കുന്നു. പെട്ടെന്ന് വെളിച്ചം കെട്ടുപോകുന്നു. വീട്ടുകാരൻ അവിടെ നിന്നൊരു പയ്യനോട് പറയുന്നു, ആ വിളക്ക് കത്തിച്ചൊന്ന് ഇരുട്ടത്ത് വെച്ചേക്കുക. ഒരു റാന്തൽ വിളക്കുമായിട്ട് ഈ പയ്യൻ അകത്തെ മുറിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അടുത്ത മുറിയിലേക്ക്, പിന്നെ അടുക്കളയിലേക്ക്, ഒടുവിൽ അടുക്കള വാതിലൂടെ ഇറങ്ങി അങ്ങ് ഇടവഴിയിലൂടെ ദൂരേക്ക് നടന്നു പോകുന്നു. വിളക്കും കൊണ്ട് കടന്നു കളയുന്ന അവനെ എല്ലാവരും പിടിച്ച് അടുത്തു കൊണ്ടുവരികയാണ്. ആ വീട്ടുകാരൻ ചോദിക്കുന്നു, വിളക്ക് കത്തിച്ച് ഇരുട്ടത്ത് വയ്ക്കാൻ പറഞ്ഞപ്പോൾ നീ എന്തിനാണ് വിളക്കം കൊണ്ട് കടന്നു കളയുന്നത്? അവൻ അയാളോട് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ ഈ വിളക്ക് ഏത് ഇരുട്ടത്താണ് വയ്ക്കേണ്ടത്? ആ മുറിയിലെത്തിരി ഇരുട്ട് കണ്ടിട്ടാണ് വിളക്കുമായിട്ട് അവിടെ ചെന്നത്. അപ്പോൾ അവിടെ ഇരുട്ടില്ല. അപ്പോഴാണ് അടുത്ത മുറിയിലെത്തിരി ഇരുട്ട് കണ്ടത്. അങ്ങനെയാണ് അവിടെ ചെന്നത്, അവിടെ ഇരുട്ടില്ല. അങ്ങനെയാണ് ഈ വിളക്കുമായിട്ട് ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ ഇരുട്ടില്ല. ആ ഇടവഴിയിൽ ഇത്തിരി ഇരുട്ട് കണ്ടിട്ടാണ് വിളക്കുമായിട്ട് ആ ഇടവഴിയിലെത്തിയത്. ചെന്നപ്പോൾ അവിടെ ഇരുട്ടില്ല. ഈ വിളക്ക് ഞാൻ ഏത് ഇരുട്ടത്താണ് വയ്ക്കേണ്ടത്? ലോകത്ത് അസാധ്യമായി ഒന്നുമില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒന്നെങ്കിലുമുണ്ട്. അത് ലോകത്തൊരിക്കലും ഒരാൾക്കും ഒരിടത്തും ഒരു വിളക്ക് കത്തിച്ച് ഇരുട്ടത്ത് വയ്ക്കാനാവില്ല. വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുട്ട് കീഴടങ്ങും. ലോകത്തെ നമ്മുടെ ജീവിതത്തിന് പുറത്തല്ല പ്രശ്നങ്ങൾ, നമ്മുടെ ഉള്ളിലാണ്. ഉള്ളിലൊരു വെളിച്ചമുണ്ടെങ്കിൽ പോകുന്ന വഴികളെല്ലാം പ്രകാശിക്കും. ഈ കഥയുടെ വചനമാണ് ഈശോ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ വചനത്തെ സാധൂകരിക്കുന്ന കഥയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണിന് കുറവുണ്ടെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. അപ്പോൾ പുറത്തെ കാഴ്ചകളല്ല, കണ്ണാണ് കാര്യം. പുറത്തെ സാധ്യതകളല്ല, മനസ്സിലെ സന്തോഷമാണ്, പ്രകാശമാണ് കാര്യം. പുറത്ത് കത്തുന്ന തിരികളിൽ ജീവിതം ആശ്രയിക്കുകയും ഉള്ളിലൊരു വെളിച്ചം ഇല്ലാതെ പോവുകയും ചെയ്താൽ ജീവിതം ദുഃഖത്തിലാകും, ദുരിതത്തിലാകും. ഉള്ളിലെ പ്രകാശത്തെക്കുറിച്ച് ധ്യാനിക്കാനുള്ള ഒരു ദിവസമാണിത്. ഉള്ളിലെ വെളിച്ചം കണ്ടെത്താനുള്ള ഒരു ധ്യാനത്തിലേക്കാണ് നമ്മൾ നീണ്ടുപോകേണ്ടത്. ഒറ്റ വരിയിൽ പറഞ്ഞാൽ, ഉള്ളിലൊരു ഉദയമുണ്ടെങ്കിൽ ജീവിതം ഒരിക്കലും അസ്തമിക്കില്ല. സ്നേഹപൂർവ്വം.